അല്ലെങ്കിൽ കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്നവർ പൊതുവെ വലിയ സൗമ്യ സ്വഭാവമുള്ളവരായിരിക്കില്ല, റഫ് വോയിസ് ഒക്കെ. പക്ഷെ ഹൃദയം ഭയങ്കര വിശാലമായി. ഈ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള സ്വഭാവമൊന്നും കാണില്ല, അത് കുറവായി. അപ്പൊ MT ശിവൻ, ഞാൻ ശിവനോട് എന്ന് പറഞ്ഞു, ശിവൻ, ഞാൻ എല്ലാവരും പേര് അന്നും വിളിക്കുള്ളൂ കേട്ടോ. അന്ന് വിളിച്ചിരുന്നത് ധിക്കാരം കൊണ്ടാണ്, ഇപ്പൊ പേര് വിളിക്കുന്നത് ധിക്കാരം കൊണ്ടല്ല. ഞാൻ ചേട്ടാ അപ്പച്ചാന്നൊക്കെ ആൾക്കാരെ വിളിക്കാറില്ല, ഞാൻ പേരെ വിളിക്കാറ്. നമ്മൾ ഒരേ തലത്തിലാണെന്ന് ഓർക്കാൻ വേണ്ടിയാണ്, നമ്മളെല്ലാം സഹോദരങ്ങളാണ്, സമഭാവനയാണെന്ന് ഓർക്കാൻ വേണ്ടിയാണ് ഇപ്പൊ അവനെ വിളിക്കുന്നത്. അപ്പൊ ഞാൻ ശിവനോട് പറഞ്ഞു, എനിക്ക് കിളയ്ക്കുന്നൊന്ന് പഠിക്കണം. അപ്പൊ അദ്ദേഹം കിളച്ചുകൊണ്ട് നിൽക്കാം. അപ്പൊ ശിവൻ വേഗം തൂമ്പ എൻ്റെ അടുത്തേക്ക് തന്നു. ഞാൻ നോക്കിയപ്പോൾ ശിവൻ വളരെ ഈസി ആയിട്ട് തൂമ്പ ഇങ്ങനെ ഇടും, എന്നിട്ട് വളരെ സൗമ്യമായിട്ടത് വലിച്ച് കരപ്പയിലേക്ക് ഇടും. വളരെ ഈസിയാണ്. അപ്പൊ ഞാൻ പൊതുവെ കളിയാക്കുന്നത്, കർഷക തൊഴിലാളി ഈ തൂമ്പ ഇട്ടിട്ട് ഈ തൂമ്പ ഒരു നിമിഷം ആകാശത്തിൽ നക്ഷത്രത്തെ നോക്കി നിൽക്കും. സ്ലോ ആകണേ പറയണേ. ഈ തൂമ്പ ഇട്ടിട്ട് ഒരു വീട് കത്തിക്കും, ഒരു വലി വലിച്ചിട്ടാണ് വലിക്കണേ. ഇത്രയും ടൈം പോയി കിട്ടിയില്ല. അപ്പൊ ഇതിന് ഞാൻ അവരെ കളിയാക്കിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ ഞാൻ വേഗം തൂമ്പ വാങ്ങിച്ചു. തൂമ്പയ്ക്ക് വലിയ വെയിറ്റ് ഒന്നുമില്ല. ഞാൻ തൂമ്പ ഇട്ടു. പക്ഷേ ഇട്ടത് മാത്രം ഓർമ്മയുള്ളൂ, വലിച്ചെടുക്കാൻ പറ്റുന്നില്ല. ഇദ്ദേഹമാണെങ്കിൽ സഹായിക്കണമില്ല. അദ്ദേഹം പറഞ്ഞു വലിക്കും വലിക്കും, എവിടെ വരാൻ. അപ്പോഴാണ് മനസ്സിലായത്, ഈ എഞ്ചിനീയർക്ക് മാത്രമല്ല സ്കില്ലുള്ളത്, ഈ മണ്ണിനോട് മല്ലിടണമെങ്കിൽ സ്കില്ല് വേണം, അല്ലാണ്ട് നടക്കില്ല. അപ്പൊ അത് കഷ്ടപ്പെട്ട് കുറെ നാൾ ഞാറ്റ് വരെയൊക്കെ വെയിലൊക്കെ കൊണ്ട് വരുമ്പത്തൊക്കെ പോയിരുന്നു. പിന്നെ തൂമ്പെടുക്കേണ്ടി വന്നില്ല, കാരണം നെഞ്ചുവേനയായി പോയി. അത് കഴിഞ്ഞ് ഒരു കക്ക വാരാൻ പോകും, മീൻ പിടിക്കാൻ പോകും. അപ്പൊ മീൻ പിടിക്കാൻ പോയപ്പോൾ ഞാൻ പറഞ്ഞു, എന്നെയും കൊണ്ടുപോകണം. ഒരു MK കൊച്ചപ്പനുണ്ട്, പഴയ കമ്മ്യൂണിസ്റ്റുകാരനാണ്. കൊച്ചപ്പൻ ഇപ്പം മരിച്ചുപോയി. എൻ്റെ അപ്പനെ പോലെ ബഹുമാനിക്കുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ചോറ് ഞാൻ കുറെ ഉണ്ടിട്ടുണ്ട്. എൻ്റെ ശരീരത്തിനകത്ത് ആ ചോരയുണ്ട്, കൊച്ചപ്പൻ്റെ ചോര എൻ്റെ ശരീരത്തിനകത്തുണ്ട്. ഞാൻ പട്ടിണി കിടന്ന സമയത്ത് എനിക്ക് ഭക്ഷണം തന്നിരുന്ന മനുഷ്യനാണ്. അപ്പൊ ഈ കൊച്ചപ്പനോട് ഞാൻ പറഞ്ഞു, ഞാൻ എനിക്കെന്നാ വിളിക്കണേ, എടോ എനിക്കും പഠിക്കണം വീശാൻ. അദ്ദേഹം പറഞ്ഞു, അതിനെന്താ, വാ വഞ്ചി കയറ്റി. വഞ്ചി അദ്ദേഹം തുഴഞ്ഞുകൊണ്ടിരിക്കുക, വീശിക്കൊള്ളാൻ പറഞ്ഞു. അദ്ദേഹം കാണിച്ചു തന്നു. ഞാൻ വീശി. അദ്ദേഹം വീശുമ്പോൾ വല ചുറ്റും വീഴും, അദ്ദേഹം വഞ്ചി നിൽക്കും. ഞാൻ വീശിയപ്പോൾ വല വഞ്ചിക്കകത്തും ഞാൻ വെള്ളത്തിലായി. ഒന്നാമത് അത് എടുത്തു നോക്കാനുള്ള ശേഷിയിരിക്കില്ല, രണ്ടാമത് വീശാൻ അറിയില്ല. അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, ഇങ്ങനെ വെറുതെ കാണിച്ചാലൊന്നും കാര്യം നടക്കൂല, സ്കില്ല് വേണം. കക്ക വാരാൻ പോയി, അവരും മുങ്ങി, ഞാനും മുങ്ങി. അതെനിക്ക് വെള്ളത്തിൽ മുങ്ങാൻ അറിയില്ല, 1 ഇഞ്ച് വെള്ളത്തിൽ മുങ്ങി ശീലം എനിക്കില്ല. ഞാൻ വെള്ളത്തിൽ മുങ്ങി, എനിക്ക് കക്ക കിട്ടി, കൈ നിറച്ച് കക്ക. ഞാനതുമായി മോളിൽ വന്നു, 2 കക്ക കയ്യിലുണ്ടായിരുന്നു. ഞാനിത് പറഞ്ഞത് കാർഷിക മേഖലയായിട്ട് എനിക്ക് യാതൊരു ബന്ധമില്ല. പക്ഷേ അന്നും ഞാൻ ഹൃദയത്തിൽ ഈ പാടത്ത് പണിയെടുക്കുന്ന വലിയ മാന്യതയൊന്നും ലോകം കൽപ്പിക്കാത്ത ഈ ആളുകളെ കുറിച്ച് വലിയ അഭിമാന ബോധമുള്ള മനുഷ്യനാണ്. ഭാരതത്തിലെ സൈനികരെ കുറിച്ചുള്ളതിനേക്കാൾ അഭിമാനം എനിക്ക് കർഷകരെ കുറിച്ചുണ്ട്. കാരണം ഇത് നട്ടിട്ട് ഇങ്ങനെ നോക്കിയിരിക്കാൻ, ആകാശത്തുനിന്ന് വരുന്ന ഈ മഴയെ കാത്തിരിക്കാൻ, പ്രകൃതി സഹായിക്കുമെന്ന് വിശ്വസിക്കാൻ, ദൈവം ഇടപെടുമെന്ന് വിശ്വസിക്കാൻ അസാമാന്യ ചങ്കൂറ്റം വേണം, വിശ്വാസം വേണം. എളുപ്പമല്ലാതെ. ഞാൻ നോർത്ത് ഇന്ത്യയിൽ പോയി. അപ്പൊ ഇവിടത്തെ പോലെ അല്ല, നിങ്ങൾക്ക് ഇവിടെ ഇടയ്ക്കൊക്കെ മഴ കിട്ടും. ഇത് മഴയെന്ന് പറഞ്ഞ ആളെ ജന്മത്ത് കാണാത്ത സ്ഥലം. റസോഡി എന്ന് പറയുന്നത് ഗുജറാത്തിനും മധ്യപ്രദേശിനും ഇടയ്ക്കുള്ള ഒരു ഗ്രാമമാണ്. മൊട്ടക്കുന്നുകളാണ്. ഈ മൊട്ടക്കുന്നുകളിൽ നല്ല ഉണങ്ങിയ മണ്ണിൽ അവർ കിളയ്ക്കും. ഉണങ്ങിയ മണ്ണിൽ എഴുന്നേറ്റ് കിളയ്ക്കാൻ പറ്റില്ല, കാരണം ബോധം കെട്ട് വീഴും. 49 ഡിഗ്രിയൊക്കെ ചൂടാണ്. ഇരുന്നാണ് കിളയ്ക്കുന്നത്. അപ്പൊ ആദ്യം ഞാൻ വിചാരിച്ച മടിയന്മാരാണ്. ഞാനൊക്കെ നെഗറ്റീവായിട്ടാണ് ആദ്യം ചിന്തിക്കുന്നത്. മടിയന്മാരാണ്, എഴുന്നേറ്റ് കിളയ്ക്കാൻ പാടില്ലേ, ഇരുന്നാണ് കിളയ്ക്കുക. ചെറുപയർ നടും. നല്ല പൊരി വെയിലത്ത് ചെറുപയർ നട്ടിട്ട് കാത്തിരിക്കണം. ഒരൊറ്റ മഴ മതി, ഒരൊറ്റ മഴ, പിന്നെ മഴയില്ല. ആ ഒരൊറ്റ മഴയുടെ കണക്ക് കൂട്ടിയിട്ട് ആ ഒരൊറ്റ മഴയിൽ പ്രത്യാശ വെച്ച് ഈ ചെറുപയർ ഇട്ടിട്ട് അവർ കാത്തിരിക്കും. എന്നിട്ട് അതിൽ നിന്ന് ചെറുപയർ അവർ കൊയ്യും. നിങ്ങൾക്കിപ്പോ മലയുടെ ഏറ്റവും മേലെ താമസിക്കുന്നവർക്കൊക്കെ നാട് വിട്ടു പോയാൽ കൊള്ളാം എന്നൊക്കെ തോന്നാനുണ്ട്. നിരപ്പായ സ്ഥലത്ത് താമസിച്ചാൽ കൊള്ളാം എന്നൊക്കെ ആഗ്രഹം വരുന്നുണ്ട്. വെറും മണ്ടത്തരാട്ടും. ഈ നിരപ്പായ സ്ഥലം വിട്ടാണ്
പണ്ട് ഇതിനേക്കാൾ ഭയാനകമായി കാട്ടി വന്ന് ഇവിടെ ജീവിക്കാൻ നമ്മുടെ പൂർവികർ ശ്രമിച്ചത്. നിങ്ങളുടെ പൂർവികർ ചെയ്ത പ്രവൃത്തിയോട് നിങ്ങൾ എതിരിടരുത്. അവർ വെട്ടിപ്പിടിച്ചത് ഒരു ദേശമല്ല, ഒരു ജീവിതമാണ്, ഒരു വിശ്വാസ പൈതൃകമാണ്. അതിനെ വില കുറച്ച് കാണരുത്. ഇന്ന് എന്നോട് വന്നൊരു അമ്മച്ചി പറഞ്ഞു, ഞങ്ങൾ ചില കൃഷിയൊക്കെ ചെയ്താണ്, എന്തോ വലിയ അപരാധം ചെയ്യണ പോലെ. ഞാൻ പറഞ്ഞു, നിങ്ങൾ കൃഷി ചെയ്യണം ചെറിയ കാര്യമല്ല, അത് എളുപ്പമുള്ള കാര്യമല്ല. ഒരു ചൂണ്ടയിട്ട് മീൻ പിടിക്കാൻ പോലും എളുപ്പമുള്ള കാര്യമല്ല. ഭൂമിയുമായി മല്ലടിക്കുക എന്നത് മനുഷ്യൻ ഈ ഭൂമിയെ തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റി തീർക്കുക എന്നുള്ളത് ദൈവം അവന് തന്ന ഒരു വലിയ പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷ വിശ്വാസത്തിൽ അടിയുറച്ചതാണ്. അതുകൊണ്ട് ഇവിടെ വന്ന് ഈ കാട് വെട്ടിത്തെളിച്ച് ഇവിടെ കൃഷി ചെയ്തു പോയപ്പോ ഈ ഭൂമിയിൽ പൊന്നു വിളയിക്കാമെന്ന് അവർ തങ്ങളുടെ ജീവിതം കൊണ്ട് തെളിയിച്ചതിന്റെ ബാക്കിയാണ് ഞാനും നിങ്ങളും. അതുകൊണ്ട് ഒരു അഭിമാനബോധം വേണം. ഞങ്ങളെ അപ്പനപ്പന്മാര് വന്ന് ഇവിടെ ഇങ്ങനെ മല്ലടിച്ചിട്ടാണ് ഇതൊക്കെ ഇങ്ങനെ ആയതെന്ന് ബോധം വേണം. ഞാൻ ഇന്നലെ വഴിയിൽ നടക്കുമ്പോൾ ഇവരോട് പറഞ്ഞു, നമ്മൾ ഈ നടക്കുന്നത് ചെറിയ വഴിയല്ല, നമ്മൾ ഈ നടക്കുന്നത് നൂറ്റാണ്ട് പഴക്കമുള്ള വഴിയിലൂടെയാണ് പള്ളിയിലേക്ക് കിടക്കുന്നത്. നൂറ്റാണ്ട് മുമ്പേ നമുക്ക് മുമ്പിലൂടെ ഇത് കല്ലും മുള്ളുമായിരുന്ന സമയത്ത് നടന്നുപോയ മനുഷ്യരുടെ കാലടി പിഞ്ചെന്നിട്ടാണ് ഈ പള്ളിയിലേക്ക് നമ്മൾ പോണത്. ഇത് ചെറിയ കാര്യമല്ല, ചരിത്രത്തിലൂടെയാണ് നമ്മൾ നടക്കുന്നത്. ചരിത്രബോധം വേണം. ഒറ്റ ദിവസം കൊണ്ടുണ്ടായതല്ല. അതുകൊണ്ട് മലവിട്ടിറങ്ങി പോയേക്കാം, കൃഷി വേണ്ട, ഇനി എവിടെയെങ്കിലും പോയേക്കാം, വാടകയ്ക്കാണെങ്കിലും പോയേക്കാം, എവിടെയെങ്കിലും പോയി താമസിക്കാം, സൗകര്യം പോരാ എന്നൊന്നും അല്ല വിചാരിക്കേണ്ടത്. ഈ സൗകര്യമാക്കിയെടുക്കാൻ പറ്റണം. ഈ സൗകര്യങ്ങൾ നേടിയെടുത്തേ മതിയാകൂ, കൃഷി ചെയ്തേ മതിയാകൂ. നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക, രാജ്യം നിലനിൽക്കുന്നത് കാർഷിക സമ്പത്തിലാണ്. രാജ്യത്തിന് വേറെ നിലനിൽക്കാൻ സാധ്യത ഇന്ത്യയുടെ മാൻ പവറാണ്, അല്ലാണ്ട് മെക്കാനിക്കൽ പവർ അല്ല. ഇന്ത്യയുടെ മാൻ പവറാണ്. ഈ മനുഷ്യന്റെ സജീവമായ ശരീരത്തെ വേർപ്പാക്കി മാറ്റി, രക്തം വേർപ്പാക്കി മാറ്റിയിട്ടാണ് രാജ്യം നിലനിൽക്കുന്നത്. അതിവിടെ ആയാലും ഉത്തരേന്ത്യയിലായാലും അതെ. കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വിലയില്ലാണ്ടായി പോയേക്കാം, കാർഷിക മേഖലയെ തകർക്കുന്ന നിയമങ്ങൾ വന്നേക്കാം. പക്ഷെ അവിടെയൊക്കെ പ്രത്യാശയും ബലത്തോടെ നിൽക്കാൻ കഴിഞ്ഞത് കൊണ്ടാണ്. കഴിഞ്ഞിടയ്ക്കൊക്കെ ഉത്തരേന്ത്യയിൽ നടന്ന സമരങ്ങളെ കുറിച്ചൊക്കെ കേട്ടാൽ പേടിയാകും. വലിയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും വലിയ മത ദേശീയവാദങ്ങളും ഒക്കെ നിലനിൽക്കുന്ന സ്ഥലത്താണ് അതിനെതിരെ നിലനിൽക്കാനായിട്ട് പാടത്ത് പണിയെടുക്കുന്ന വെറും പൊട്ടന്മാരെന്ന് കരുതുന്നത്. നിങ്ങളെ പോലെ കേട്ടു. ഹിന്ദിക്കാരെ കുറിച്ച് പൊതുവെയുള്ള അഭിപ്രായം കാക്കാശി വിവരമില്ലാത്തവരെന്നാണ്. ഈ കാക്കാശി വിവരമില്ലാത്തവൻ ഈ ഉള്ളിയും സവാളയൊക്കെ തിന്ന് ജീവിക്കുന്ന സാധാരണപ്പെട്ട മനുഷ്യൻ, മര്യാദയ്ക്ക് അന്നം കഴിക്കാൻ കിട്ടാത്തവൻ വഴിയിലിറങ്ങിയപ്പോ രാജ്യം നടുങ്ങിപ്പോയി. രാജ്യത്ത് മാറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്ന് തെളിയിക്കാനായിട്ട് കർഷക സമരങ്ങൾക്ക് കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്, നമ്മൾ മോശക്കാരല്ല, നമ്മുടെ പൂർവികര് മോശക്കാരല്ല. നമ്മൾ ചെറിയ കാര്യമല്ല ചെയ്യുന്നത്. ഇവിടെ ജീവിക്കുക എന്നുള്ളത് ചെറിയ കാര്യമല്ല. ഞങ്ങളുടെ കൂടെ വന്നവരൊക്കെ നടക്കുമ്പോൾ നല്ല കഥപ്പാ. ഞാൻ പറഞ്ഞു, ഇവിടെ ഉള്ളവർക്ക് കഥപ്പില്ല. എങ്ങനെ മാറിയതാ കഥപ്പ്? നടന്ന് നടന്ന് മാറിയതാ. അല്ലാതെ ഒരു സുപ്രഭാതത്തില് ലങ്സ് വലുതായതല്ല. മലമുകളിൽ ജീവിച്ചപ്പോ, ശ്വാസം ക്രമത്തിലെടുത്തപ്പോ, ശക്തമായ ഹൃദയം വിടർന്നപ്പോ ഉണ്ടായ ബലമാണ് ഈ മസിൽ പവർ. എനിക്ക് കഥപ്പില്ലട്ടോ, ഞാൻ ഓടിയ കയറുന്നത്. ഞാൻ ഓടിക്കുന്നതിന്റെ ഈ കോലം കൊണ്ടായിരിക്കാം. പക്ഷെ ഞാൻ ഇതും കൂടി ഓർക്കുന്നുണ്ട്. ഞാൻ ഇതോ ഓർക്കുന്നുണ്ട്, ഇത് ഞാൻ നടക്കുന്നത് നിങ്ങൾ നടന്ന വഴിയിലൂടെയാണ്, നിങ്ങളുടെ പൂർവികർ നടന്ന വഴിയിലൂടെയാണ്, അതെന്റെയും പൂർവികരാണ്. ഞങ്ങൾ നടന്നു പോവുകയാണെന്ന് ബോധത്തോടെ. അപ്പൊ എനിക്ക് ക്ഷീണം ഉണ്ടായില്ല.